എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ക്രീം ബണ്ണാണ് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബണ്ണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കാനായിട്ട് ഓവനും ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പി നമുക്ക് പരിചയപ്പെടാം. മിൽക്ക് ബൺ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്വല്പം പോലും വെള്ളം നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നില്ല. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 3/4 കപ്പ് അളവിൽ ഞാൻ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് ചൂടില്ല, ഒരു ചെറിയ ചൂട് മാത്രം മതി. അളവ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പാലിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈസ്റ്റും പഞ്ചസാരയും നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ, ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 കപ്പ് അളവിൽ മൈദാമാവാണ്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് മൈദാമാവ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളായിട്ടോ നമ്മൾ ഈ ഒരു ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ട്. ഈസ്റ്റ് ഇവിടെ നമുക്ക് നന്നായിട്ട് ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഈസ്റ്റിൻ്റെയും പാലിൻ്റെയും മിക്സ് മുഴുവനായിട്ട് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ ഒരു പകുതി ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒരു പാലിൻ്റെ മിക്സും കൂടെ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 3/4 കപ്പ് എടുത്തതിൽ ഞാൻ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബണ്ണിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചിട്ട് എടുക്കുമ്പോൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ അല്ല കേട്ടോ കുഴക്കേണ്ടത്. കുറച്ചും കൂടി നല്ല ലൂസ് ആക്കിയിട്ട് നല്ല മയത്തിൽ വേണം നമ്മൾ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. 3/4 കപ്പ് നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുഴക്കുന്ന സമയത്ത് കയ്യിലൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ കഴുകിയതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. രണ്ടാമത് നമ്മൾ കൈയൊക്കെ കഴുകി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് വേണ്ട. 1 ടീസ്പൂൺ പൊടി ഇതുപോലെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ അത്യാവശ്യം നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതൊരു പലകയിലോ കൊണ്ടുവച്ചിട്ട് കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ബട്ടർ ആണ്. ബട്ടർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അതേപടി എടുത്ത് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത് വെച്ച് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഈ ഒരു മാവ് ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഓയിൽ തേച്ച് കൊടുത്താൽ ഈ ഒരു പാത്രത്തിലേക്ക് ഇനി ഈ ഒരു മാവും കൂടെ നമുക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഓയിലാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഓയിലാക്കി കൊടുക്കുന്നത് ഇതൊട്ടും തന്നെ ഡ്രൈ ആയിട്ട് പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വ്രാപ്പ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്, ഒട്ടും തന്നെ മാവ് ഒന്ന് ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് വ്രാപ്പ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ ഒരു നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കുക. നന്നായിട്ടൊന്ന് വെള്ളം പിഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി മാവ് നമ്മളിപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു വലിപ്പത്തിനെക്കാട്ടിലും ഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും നമുക്ക് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, കറക്റ്റ് 2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ മാവ് എനിക്കിവിടെ നല്ല ഡബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിനി ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ കറക്റ്റ് റൗണ്ട് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ബണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മാവ് റൗണ്ട് ആക്കി എടുക്കുന്നത് ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മുകളിൽ പൊട്ടലുകളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ മാവ് ഇതുപോലെ വീണ്ടും എടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു വലുപ്പത്തിന് ഞാനൊരു 7 എണ്ണമാണ് കേട്ടോ ഇവിടെ ആക്കി എടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയതായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഒരു മാവ് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ. കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി നമുക്കൊന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ മാവ് ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും തന്നെ നമ്മളിത് തീ കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. കാരണം ഇത്രയും വലുതാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പുറമേ ഒന്നും കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ നമുക്ക് ഉൾവശം ഫുള്ളായിട്ട് നമുക്ക് വെന്തും കിട്ടണം. അപ്പോൾ ഏറ്റവും തീ നമ്മൾ കുറച്ചിട്ടിട്ട് വേണം ഇത് പതിയെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീ നമ്മൾ ഒരുപാടങ്ങ് കൂട്ടിയിട്ടിട്ട് ഓയിലിന് ഒരുപാട് ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തങ്ങ് ഒരുപാടങ്ങ് ഡാർക്ക് കളറായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉൾവശം അങ്ങ് വെന്തും കിട്ടത്തില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ നമ്മൾ നന്നായിട്ട് തന്നെ കുറച്ചിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബണ്ണിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണ നമുക്ക് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ഓരോന്നും നമുക്കിട്ട് കൊടുത്തിട്ട് തീ കുറച്ചിട്ടിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഉള്ളൊക്കെ വേകുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബണ്ണെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ക്രീം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ബട്ടർ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല പോലെ ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ബട്ടർ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ 1/2 കപ്പ്. 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒഴിച്ചു കൊടുത്ത ഈ ഒരു പാലും ഞാൻ നന്നായിട്ടൊന്ന് കാച്ചിയതിന് ശേഷം അതിൻ്റെ ചൂട് പോയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും മതി, നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ നമുക്ക് ഈ ഒരു ക്രീം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ബണ്ണ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബണ്ണിൻ്റെ ചൂട് നല്ല പോലെ പോയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബണ്ണ് നല്ല ചൂടായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു ക്രീം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ക്രീം പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ബണ്ണിൻ്റെ ചൂട് പോയതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം ബണ്ണിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും കുറച്ചും കൂടി നല്ലൊരു സോഫ്റ്റ് ആണ് ഈ ഒരു ബണ്ണ്. അപ്പോൾ ഈ ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.